നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തയ്യാറെടുക്കുന്നതിനിടെ പുറത്തു വരുന്നത് രണ്ട് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ്. രാജ്യത്തെ കുടിയേറ്റ സമൂഹത്തിൽ ഭയവും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിരിക്കുന്നു. ആദ്യമായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വിമാനയാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ച് വിമാനത്താവളങ്ങളിൽ വെച്ച് നാടുകടത്തൽ നടപടി നേരിടുന്നവരെ അറസ്റ്റ് ചെയ്യുന്നു. രണ്ടാമതായി, നാടുകടത്തൽ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്വന്തമായി ബോയിംഗ് 737 വിമാനങ്ങൾ വാങ്ങാൻ കരാർ ഒപ്പിട്ട വിവരവും പുറത്തു വന്നിരിക്കുന്നു. ഈ നീക്കങ്ങൾ ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന കടുത്ത കുടിയേറ്റ നയങ്ങളുടെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏറ്റവും വലിയ നാടുകടത്തൽ നടപടികൾക്ക് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ നീക്കം. ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ആണ് യാത്രികരുടെ പട്ടിക ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന് കൈമാറുന്നത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് നാടുകടത്താൻ സാധ്യതയുള്ളവരെയും രാജ്യത്തിന് ഭീഷണിയായവരെയും കണ്ടെത്തി വിമാനത്താവളങ്ങളിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇത്തരം സംഭവങ്ങൾ വാർത്തകളിൽ നിറയുന്നുണ്ട്. രാജ്യത്തുടനീളം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ നൽകുകയും തദ്ദേശ ജയിലുകളിൽ അഭയം തേടുന്നവരെ തടവിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ലോപ്പസ് ബെല്ലോസ അറസ്റ്റിലായതാണ് ഈ സംഭവം ശ്രദ്ധേയമാകാൻ കാരണം. സാധാരണയായി വിമാന കമ്പനികൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം യാത്രികരുടെ വിവരങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന് കൈമാറാറുണ്ട്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ഈ വിവരങ്ങൾ ഫെഡറൽ ഡേറ്റാബേസുകളുമായി താരതമ്യം ചെയ്യും. ഇതിൽ രാജ്യത്തിന് ഭീഷണിയായവരുടെ വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ ഇമിഗ്രേഷൻ അധികാരികളും ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഈ നേരിട്ടുള്ള ബന്ധം പുതിയതാണ്. മാർച്ചിൽ രഹസ്യമായി തുടങ്ങിയ ഈ സഹകരണം മുൻപുണ്ടായിരുന്നില്ല. മുൻപ് ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ഇത്തരം ക്രിമിനൽ കേസുകളിലോ ഇമിഗ്രേഷൻ വിഷയങ്ങളിലോ ഇടപെട്ടിരുന്നില്ല. വിമാനത്താവളങ്ങളിലെ ഇത്തരം നടപടികൾ യാത്രികർക്ക് കൂടുതൽ കാലതാമസം ഉണ്ടാക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ റിപ്പോർട്ടിനെ കുറിച്ചാണ്. യുഎസിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്താനായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്വന്തമായി വിമാനങ്ങൾ വാങ്ങുന്നു. 6 ബോയിംഗ് 737 വിമാനങ്ങൾ വാങ്ങാനായി ഏകദേശം $140 ബില്യൺ കരാറിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി ഒപ്പുവെച്ച് കഴിഞ്ഞു. വിമാനങ്ങളുടെ എണ്ണം കൂട്ടി നാടുകടത്തൽ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായ രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. ഇതുവരെ സ്വകാര്യ വിമാന കമ്പനികളുടെ ചാർട്ടർ വിമാനങ്ങളെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി കീഴിലെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് നാടുകടത്തലിനായി ആശ്രയിച്ചിരുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളുടെ ഭാഗമായി US കോൺഗ്രസ് അംഗീകരിച്ച തുക ഉപയോഗിച്ചാണ് വിമാനങ്ങൾ വാങ്ങുന്നത്. 4 വർഷത്തേക്ക് $170 ബില്യൺ ആണ് അനുവദിച്ചത്. ട്രംപിന്റെ ആദ്യ വർഷം 10 ലക്ഷം പേരെ നാടുകടത്താനാണ് അധികൃതരുടെ നീക്കം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ കണക്കനുസരിച്ച് നിലവിൽ 66,000 പേരെ തടവിലാക്കിയിട്ടുണ്ട്. ട്രംപ് അധികാരമേറ്റ് ഇതുവരെ 2.5 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ US വിട്ടുവെന്നാണ് കണക്കുകളിൽ പറയുന്നത്. ട്രംപ് അധികാരമേറ്റ ജനുവരി 20 മുതൽ ഇതുവരെ 6,05,000-ലധികം പേരെ നാടുകടത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട്. 2.5 ദശലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ US-ൽ നിന്ന് പുറത്തുപോയതോടെ ട്രംപ് ഭരണകൂടം ചരിത്രപരമായ റെക്കോർഡ് നേടിയിരിക്കുകയാണെന്നാണ് അവകാശപ്പെടുന്നത്. ജനുവരി 1 മുതൽ 5,90,000-ലധികം അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു എന്നിങ്ങനെയാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി നൽകുന്ന കണക്കുകൾ. അമേരിക്കൻ ഐക്യനാടുകൾ കുടിയേറ്റക്കാർക്ക് അഭയം നൽകിയ ചരിത്രപരമായ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന നിലപാടുകളാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. സ്വന്തമായി വിമാനങ്ങൾ വാങ്ങി നാടുകടത്തൽ പ്രക്രിയയെ ഒരു വലിയ സർക്കാർ സംരംഭമായി മാറ്റുകയാണ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ ജനസംഖ്യാപരമായി മാറ്റിയെഴുതാനുള്ള തീവ്രമായ ശ്രമമായി മാത്രമേ ഇതിനെയൊക്കെ കാണാൻ സാധിക്കൂ. കുടിയേറ്റ വിഷയത്തിൽ ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകൾ അന്താരാഷ്ട്ര സമൂഹത്തിലും മനുഷ്യാവകാശ സംഘടനകൾക്കിടയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാവിയെക്കുറിച്ചും അതിന്റെ ധാർമ്മിക നിലപാടുകളെക്കുറിച്ചും ഈ നടപടികൾ ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ നീക്കങ്ങൾ അമേരിക്കൻ ജനതയുടെ സുരക്ഷ ഉറപ്പാക്കാനാണോ അതോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാണോ എന്ന ചോദ്യത്തിന് കൂടി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഉത്തരം നൽകേണ്ടതാണ്.